ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 88 ശ്ലോകം 3. മലയാള വിവരണം. ഭക്തവത്സലനായ ശ്രീ ഭഗവാൻ ലോകവന്ദ്യരായ മഹായോഗീശ്വരന്മാരോടുകൂടി സ്വയം കനിഞ്ഞ് ബഹുലാശ്വര രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിൻ്റെ സന്തോഷം വർണ്ണിക്കാനാവതല്ല. രാജാവ് ഭക്തി പ്രഭാവത്തിൽ ആനന്ദ കണ്ണീരണിഞ്ഞ് അവരുടെ ശ്രീചരണങ്ങളെ കഴുകി ആ തീർത്ഥം സകുടുംബം ശിരസിൽ ധരിച്ചു. രജോചിതമായ രീതിയിൽ ഭഗവാനെ പൂജിച്ചു. അനന്തരം ഭഗവാന്റെ പാദകമലങ്ങളെ മടിയിലെടുത്തുവെച്ച് സാവധാനം തലോടി. ഭക്തി പുരസ്സരം സ്തുതിച്ചും പ്രാർത്ഥിച്ചും കുറച്ചുകാലം കൂടി എല്ലാവരും ഒരുമിച്ച് അവിടെ വസിച്ച് തങ്ങളുടെ വംശം പരിശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ശുദ്ധദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനും തൻ്റെ കുടിലിൽ എഴുന്നള്ളിയ ഭക്തവത്സലനെയും മുനിശ്രേഷ്ഠരെയും നമസ്കരിച്ച് ആനന്ദമത്തനായി നൃത്തം ചെയ്തു. പത്നി സമേതം തങ്ങളെ അനുഗ്രഹിക്കാനെത്തിയ വിശിഷ്ടാദികളുടെ പാദം കഴുകി ആ പരിപാവന തീർത്ഥം താനും കുടുംബവും ശിരസിൽ അഭിഷേകം ചെയ്ത് കൃതാർത്ഥരായി. തൻ്റെ ശക്തിക്കനുസരിച്ച് ലഭ്യമായ ദർഭ, മുഞ്ഞ മുതലായ ആസനങ്ങളിൽ അതിഥികളെ ഇരുത്തി ഫലമൂലാദികൾ സമർപ്പിച്ചു ആത്മാർത്ഥമായി പൂജിച്ചു. ശ്രുതദേവൻ ശ്രീ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മടിയിൽ വെച്ച് സാവധാനത്തിൽ തലോടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. രാജാവിൻ്റെയും ബ്രാഹ്മണന്റെയും പ്രാർത്ഥന അംഗീകരിച്ചു. ഭഗവാനും സംഘവും കുറേനാൾ അവരുടെ കൂടെ വസിച്ച് തിരിച്ചെഴുന്നള്ളി. രാജാവും ശ്രുതദേവനും ഭഗവാൻ ഉപദേശിച്ചതുപോലെ ഏകാത്മഭാവത്തിൽ ഭഗവാനെയും ഋഷികളെയും പൂജിച്ച് പ്രാരബ്ധാവസാനം പരമഗതി പ്രാപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.